ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ആയിരിക്കുകയും ദൈവികമായ പ്രവർത്തനങ്ങൾ സ്വർഗത്തിൻ്റെ ശക്തിയാൽ നിർവഹിക്കുകയും ചെയ്തു. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ പീഡാനുഭവവും മരണവും ഉയർപ്പും സംഭവിക്കേണ്ടിയിരിക്കുന്നുവെന്ന് അറിഞ്ഞിരുന്ന ഈശോ തൻ്റെ അസാന്നിധ്യത്തിൽ തൻ്റെ ശിഷ്യന്മാർ ഒരിക്കലും അസ്വസ്ഥരാകരുത് എന്ന് നല്ലവണ്ണം ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ വിടവാങ്ങലിന് മുൻപ് ശിഷ്യന്മാരെ തൻ്റെ വചനത്തിലൂടെ കർത്താവ് ധൈര്യപ്പെടുത്തുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നാണ് ഈശോ അവരോട് പറയുന്നത്. നമുക്കറിയാം, ഹൃദയങ്ങൾ അസ്വസ്ഥമാകുന്നത് നാം കാണുന്നുണ്ട്. നമ്മുടെ എല്ലാ ഹൃദയങ്ങൾ പലപ്പോഴും അസ്വസ്ഥമാകാറുണ്ട്. നാം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് സംഭവിക്കാതിരിക്കുമ്പോൾ, രോഗങ്ങൾ നമ്മെ ഗ്രസിക്കുമ്പോൾ, സാമ്പത്തികമായ തകർച്ച നമുക്കുണ്ടാകുമ്പോൾ ഹൃദയ സമാധാനം നഷ്ടപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുന്നത് വ്യക്തമായിട്ട് നാം ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ട്. ഈ നാളുകളിൽ ലോകം മുഴുവൻ അസ്വസ്ഥമായിരിക്കുന്നു. കാരണം മനുഷ്യന്റെ പിടിയിൽ പെട്ടെന്ന് അമരാത്ത COVID-19 ലോകത്തെ മുഴുവനും ഗ്രസിച്ചിരിക്കുന്നത് കൊണ്ടാണ് ലോകം അസ്വസ്ഥമാകുന്നത്. ഇങ്ങനെ അസ്വസ്ഥമാകുന്ന അവസരത്തിൽ കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. പിതാവിൽ വിശ്വസിക്കുവിൻ, അതായത് ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. ഈശോ ഈ വചനം പറയുമ്പോൾ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. വീണ്ടും കർത്താവ് അവരോട് പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. കർത്താവ് നാളിതുവരെ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിച്ചത്, കർത്താവ് അവരുടെ മുൻപിൽ ചെയ്തു കാണിച്ചത്, അതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്ത അവർക്ക് ബോധ്യപ്പെടണം. കർത്താവ് പിതാവിന്റെ പക്കൽ നിന്നാണ് വന്നിരിക്കുന്നത്, പിതാവിന്റെ പക്കലേക്കാണ് പോകുന്നത്. തോമസ് അപ്പസ്തോലൻ ഇവിടെയാണ് ഇടപെടുന്നത്. കർത്താവെ, അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? വളരെ കാര്യകാരണ സഹിതം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണിത്. നിഷ്കളങ്കമായ ഒരു ചോദ്യം, അർത്ഥസമ്പുഷ്ടമായ ഒരു ചോദ്യം. എങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞെങ്കിൽ മാത്രമേ ഒരുവന് വഴി അറിയാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം, ഗൂഗിൾ മാപ്പില് നാം യാത്ര ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ വഴി തെറ്റാതെ പറഞ്ഞു തരികയുള്ളൂ. അപ്പോൾ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ വഴി നമുക്കറിയാൻ സാധിക്കൂ. എങ്ങോട്ടാണെന്നറിഞ്ഞാൽ പ്രശ്നമില്ല. നാടൻ ചൊല്ല് നമുക്കറിയാം, വഴി വായിലാണ്. മറ്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കണമെങ്കിലും വഴി അറിഞ്ഞിരിക്കണം. അവിടെ ഈശോ വളരെ സ്നേഹപൂർവ്വം ഉത്തരം നൽകി, വഴിയും സത്യവും ജീവനും ഞാനാണ്. അതെ, ഈശോയാണ്. ഈശോയുടെ ഈ പ്രബോധനം തുടരുമ്പോഴാണ് ഫിലിപ്പോസ് ഇടപെടുന്നത്. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക. വാസ്തവത്തിൽ തോമാസ് ശ്ലീഹ ചോദിച്ചതുപോലെ അത്ര നല്ല ഒരു ചോദ്യമല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഫിലിപ്പോസിനോട് കർത്താവ് അല്പം ഒരു ശാസന രൂപത്തിൽ, ഫിലിപ്പോസേ, നീ ഇനിയും അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു.
ദൈവത്തിന്റെ കൂടെ ജീവിക്കുകയും ദൈവത്തെ അറിയാതിരിക്കുകയോ അഥവാ ദൈവത്തെ നിഷേധിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ നമുക്കും അങ്ങനെ സംഭവിക്കാം. ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ തൂണിലും തുരുമ്പിലും സ്ഥിതി ചെയ്യുന്ന ദൈവം 139-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. ആകാശത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് കയറിയാൽ ദൈവമേ നിന്റെ കരം അവിടെ എന്നെ പിടികൂടും. ആഴിയുടെ അഗാധ തലങ്ങളിലേക്ക് ഓടി മറഞ്ഞാൽ അവിടെയും നിന്റെ കരം എന്നെ പിടികൂടും. നിന്റെ സന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ചുറ്റും എങ്ങും എവിടെയുമുള്ള ദൈവ സാന്നിധ്യത്തെ നിഷേധിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ സത്യവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നട്ടുച്ചയ്ക്ക് കണ്ണിറുക്കി അടച്ചിട്ട് സൂര്യൻ ഇരുണ്ടുപോയി എന്നാരെങ്കിലും പറഞ്ഞാൽ വാസ്തവത്തിൽ ആ പറയുന്നവർ മാത്രമാണ് സൂര്യൻ ഇരുണ്ടുപോയിരിക്കുന്നത്. ദൈവനിഷേധികളായിട്ടുള്ള ആളുകളും ഇപ്രകാരം തന്നെയാണ് ചെയ്യുന്നത്. അതെ, ദൈവത്തെ നിഷേധിക്കുവാൻ പോലും ദൈവമാണ് അവനെ ശക്തിപ്പെടുത്തുന്നത് എന്ന യാഥാർത്ഥ്യം അവന്റെ കൂടെ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അറിയാതെയാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫിലിപ്പോസിനോട് വളരെ വ്യക്തമായിട്ട് ഈശോ ഉത്തരം നൽകി. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്. ഈശോ ദൈവമാണ്. ഫിലിപ്പിയൻസ് 2:6 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പിതാവിനോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ പുത്രൻ സ്വയം ശൂന്യവൽക്കരിച്ചു. ദൈവത്തിന്റെ മഹത്വത്തിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവത്തെ നേരിട്ട് കാണുവാൻ സാധിച്ചില്ല. അതെ, സ്വർഗീയ ശരീരമുള്ള സ്വർഗത്തിലായിരിക്കുന്ന ആളുകൾക്കാണ് ദൈവത്തെ കാണുവാൻ അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ കണ്ണാടിയിലൂടെ എന്നതുപോലെയാണ് നാം അറിയുന്നത്, കാണുന്നതെന്ന് ശ്രീകായും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യ രൂപം ധരിച്ച മിശിഹായിൽ ദൈവത്തെ കാണാൻ, ദൈവത്തെ കേൾക്കാൻ, ദൈവത്തെ തൊടാൻ, ദൈവത്തെ അനുഭവിക്കുവാൻ ഈശോയുടെ കൂടെ നടന്ന ആളുകൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്റെ പ്രവർത്തികൾ കണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക. പ്രവർത്തികൾ കണ്ട് വിശ്വസിക്കണം. ഈശോ ചെയ്ത കാര്യങ്ങൾ സ്വർഗത്തിന്റെ ശക്തി സ്വന്തമായിട്ടുള്ളവരും മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നു, എന്റെ പ്രവർത്തികൾ കണ്ട് നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിന്റെ പ്രവർത്തികളിലൂടെ ഈശോ ദൈവമാണെന്നുള്ള സത്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വീണ്ടും ശിഷ്യരോട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ ചെയ്തതിനേക്കാൾ അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് തോന്നിയേക്കാം, ദൈവം ചെയ്യുന്നതിനേക്കാൾ, ഈശോ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യം ശിഷ്യന്മാർക്ക് ചെയ്യുവാൻ സാധിക്കുമോ? എന്താണ് ഈശോ ഇവിടെ അർത്ഥമാക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. ഈശോ ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിച്ചില്ല. ഈശോ പഠിപ്പിച്ച സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കുവാൻ, ലോകം മുഴുവൻ അറിയിക്കുവാൻ ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്ന ഒരൊറ്റ കാര്യം മതി. അത് ഈശോ ഉദ്ദേശിക്കുന്നത് വ്യക്തമാണ്. ഒപ്പം അവരിലൂടെ പ്രവർത്തിക്കുന്നത് ഈശോ തന്നെയാണ്. ഈശോ 3 വർഷക്കാലമാണ് പരസ്യജീവിതം നയിച്ചതെങ്കിൽ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ലോകാവസാനം വരെ നമ്മുടെ കൂടെ വസിച്ചുകൊണ്ട് നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ഈശോ ജീവിച്ച കാലഘട്ടത്തെക്കാൾ അധികം കാലം ലോകത്തോട് മുഴുവൻ ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഈ സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സ്നേഹമുള്ളവരെ, ഈ സുവിശേഷ വിചിന്തനം നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത്, നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? വിശ്വസിക്കുക. എബ്രായർക്കുള്ള ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, അദൃശ്യമായത് ഉണ്ടെന്നും പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുമുള്ള ഉറപ്പാണ് വിശ്വാസം. അദൃശ്യമായതുണ്ട്, പ്രത്യാശിക്കുമെന്ന് ലഭിക്കും. ഈ സത്യം ഈശോ ഇന്ന് അടിവരയിട്ട് വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ നാം തനിച്ചല്ല, ഈശോ നമ്മുടെ കൂടെയുണ്ട്. മനോഹരമായൊരു ചിത്രം. ഒരു കാരണവര് വള്ളം തൊഴുകയാണ്.
കൊച്ച് പയ്യൻ കാരണവരോട് ചേർന്ന് ചാരയിരിക്കുകയാണ്. ആ തുഴയിൽ അവൻ വെറുതെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു അടിക്കുറിപ്പ്, ഞാനും എൻ്റെ പിതാവും കൂടി വഞ്ചി തുഴയുന്നു. വാസ്തവത്തിൽ തുഴയുന്നത് പിതാവാണ്. കുഞ്ഞു പിതാവിനോട് ചേർന്നിരുന്ന് ആ തുഴയിൽ പിടിച്ചിരിക്കുകയാണ്. ഈശോയുടെ വചനം നമുക്ക് ഉറപ്പ് തരുകയാണ്, എന്തും സംഭവിക്കട്ടെ, എന്തും വരട്ടെ, ദൈവത്തിൽ വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിക്കുക. അതിനെയെല്ലാം തരണം ചെയ്യുവാനുള്ള സ്വർഗത്തിന്റെ ശക്തി ഈശോയിലൂടെ നമുക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് ഈശോ നൽകുമ്പോൾ നാം എത്രയോ ഭാഗ്യവാന്മാരാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഈശോയിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നേറാം. ദൈവത്തിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈ മാരക വ്യാധി നമ്മളെ ഗ്രസിക്കുമ്പോഴേ നമുക്ക് കൂടുതൽ ഈശോയിൽ ശരണപ്പെടാം, ഈശോയിൽ വിശ്വസിക്കാം. നമ്മുടെ കർത്താവിൻ്റെ ശക്തിക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം, സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. വലിയ പ്രത്യാശയോടെ, ഹൃദയം അസ്വസ്ഥമാകാതെ തമ്പുരാനിൽ ശരണപ്പെട്ട് നമുക്ക് മുന്നേറുവാൻ കഴിയട്ടെ. ആമേൻ.